Hello dears, welcome back to our channel. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആന്റിക് ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആന്റിക് ഗോൾഡൻ കളർ ട്യൂബ് ബീഡ്സും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നെക്ക് ലൈനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഡിസൈനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്ക് ലൈനും ആ ബോർഡർ ഭാഗമൊക്കെ ഒന്ന് ആന്റിക് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾ ബീഡ്സ് എടുക്കുമ്പോൾ ഒരു 6 ബീഡ്സ് അല്ലെങ്കിൽ 8 ബീഡ്സ് ഒക്കെ എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഒരു 3 ബീഡ്സ് ഒക്കെ വെച്ച് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതോടെ കുറച്ച് ഫിറ്റായിട്ട് ഇരുന്നോളും. ഇപ്പം ആ നെക്ക് ലൈനും അതുപോലെ ആ ബോർഡർ ഭാഗമൊക്കെ നമ്മൾ ആന്റിക് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സെൻറ്റർ ഭാഗങ്ങളിലായിട്ട് ഗോൾഡൻ ബീഡ്സും അതുപോലെ ആന്റിക് ഗോൾഡൻ ട്യൂബ് ബീഡ്സും വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഗോൾഡൻ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ബീഡ്സിന് ചുറ്റും പോയിട്ടുള്ള ആ 4 ലൈൻസിൽ ഗോൾഡൻ ട്യൂബ് ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ 2 ട്യൂബ് ബീഡ്സ് വീതം വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ 2 ട്യൂബ് ബീഡ്സ് ഇതാണ് വെച്ച് കൊടുത്തത്. ഇനി ഈ 2 ട്യൂബ് ബീഡ്സ് വെച്ചതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരെണ്ണം വീതം വെച്ച് കൊടുക്കണം. അങ്ങനെ 4 സൈഡും ഫില്ല് ചെയ്തെടുക്കാം. എല്ലാ സെൻറ്റർ ഭാഗത്തും ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്തു കൊടുക്കണം. നമ്മൾ ഈ ഡിസൈനൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്ത് ബാക്കി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്കിനി ആന്റിക് ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കണം. ഈ വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഞാൻ ട്യൂബ് ബീഡ്സ് വെച്ച് കൊടുക്കാൻ മറന്നുപോയി. വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണ നേരത്താണ് അത് കണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.